അതെ, ദേശീയ തലത്തിൽ ചർച്ചകൾ, അതായത് തുടക്കത്തിൽ 295 എന്ന നിലയിലേക്ക് ഏറ്റവും ഒടുവിൽ ഇന്ത്യ സഖ്യം എത്തി നിൽക്കുകയാണ്. അങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുകയും അധികാരത്തിലേറുകയും ചെയ്യും എന്ന് ഈ അഭിപ്രായ സർവേകളെല്ലാം പുറത്തു വരുമ്പോഴും ഇന്ത്യ സഖ്യം ഉറപ്പിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണുള്ളത്. തുടക്കത്തിൽ ഈ കോൺഗ്രസ് ഇത്തരം എക്സിറ്റ് പോളുകളിൽ അതിന്റെ ചർച്ചകളിൽ ഒക്കെ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് പങ്കെടുക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. രാകേഷിലേക്ക് പോകുമ്പോൾ, രാകേഷ്, ഏറ്റവും ഒടുവിൽ എന്താണ്, അതായത് NDA സഖ്യം സ്വാഭാവികമായും വലിയ പ്രതീക്ഷയിലാണ് എന്ന് നമുക്കറിയാം. കാരണം എക്സിറ്റ് പോളുകളെല്ലാം അവർക്ക് അനുകൂലമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങൾ ഇന്ത്യ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി തീർക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രായോഗികമല്ല എന്ന് പറയുന്നത്. കൃത്രിമം നടക്കുന്നു എന്ന വാദം ഇത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ സഖ്യം ഉന്നയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, അഭിലാഷ്, ഇപ്പോൾ ഏതായാലും സമയം 10:10. നാളെ ഏതായാലും ഈ സമയം എന്തായിരിക്കും രാജ്യത്തിന്റെ ജനവിധി എന്ന് അറിയാൻ സാധിക്കും. ഒരു എങ്ങോട്ടാണ് ട്രെൻഡ് ഏതായാലും ഈ സമയത്ത് അറിയാൻ സാധിക്കും. ആദ്യം ഏതായാലും ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഇന്ത്യ സഖ്യം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. അതിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണിത്തീർക്കണമെന്നൊരു ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് മുൻപുണ്ടായിരുന്ന മാർഗരേഖ പാലിക്കണം എന്നൊരു ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ബാലറ്റ് അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണാറുള്ളതെങ്കിൽ പോലും നിലവിൽ വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർത്തതിന് ശേഷം EVM എണ്ണുക എന്നത് പ്രായോഗികമല്ല. അത് ഈ വോട്ടെണ്ണൽ പ്രക്രിയയെ തന്നെ തടസ്സപ്പെടുത്തും, വൈകിക്കും എന്നൊരു വാദമാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കോവിഡ് കാലത്തിന് ശേഷം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെ എണ്ണും, അത് കഴിഞ്ഞ് 8:30 EVM വോട്ടിലേക്ക് കടക്കും. അങ്ങനെ EVMന്റെ ഒപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകളും എണ്ണും എന്നൊരു പ്രതികരണമാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഈ നമ്മുടെ വീഡിയോ വാളിൽ കാണുന്ന ഈ കണക്കുകളാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ. BJPക്ക് 303 സീറ്റ്, 37.41% വോട്ടുകൾ. കോൺഗ്രസിന് 52 സീറ്റ്, 19.66% വോട്ട് നേടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ 52 സീറ്റുകൾ നേടിയത്. DMK ആണ് അല്ലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയാവുന്നത് DMK ആണ്. ഇത്തവണയും DMK ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ അതിശക്തമായ പോരാട്ടം നടത്തുമെന്നുള്ളതാണ്. ഒപ്പം ഈ എക്സിറ്റ് പോളുകളിൽ തന്നെ കൗതുകമുണ്ടാക്കുന്ന ഫലങ്ങൾ ആണ് തൃണമൂൽ കോൺഗ്രസിന്റേത്. അതായത് പശ്ചിമ ബംഗാളിൽ ഇത്തവണ മമതയ്ക്ക് എതിരായ ഒരു വികാരം ആണ് ഉള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ YSR കോൺഗ്രസ് 22 മമതയ്ക്കൊപ്പം സീറ്റ് നേടിയ കക്ഷിയാണ്. പക്ഷെ അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല, ഇത്തവണയും ഇല്ല. അവർ BJPയോട് കഴിഞ്ഞ 5 വർഷങ്ങളിൽ അല്പം ഒരു ചായ്വ് കാണിച്ച സംഘടനയാണ്. ഈ ജനതാദൾ JDU അല്ലെ, JDU 16 സീറ്റുകൾ, ശിവസേന 13, 91 റെസ്റ്റ് എന്നുള്ള കണക്കിൽ വരുന്ന നിരവധി 30% വോട്ടുകൾ ആ മേഖലയിൽ നേടിയിട്ടുണ്ട്. മറ്റു പ്രാദേശികമായ പാർട്ടികൾ, ചെറിയ പാർട്ടികളെല്ലാം ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിൽ മുഖ്യധാര പാർട്ടികൾ ആണ് പ്രധാനപ്പെട്ട, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പ്രധാനപ്പെട്ട പാർട്ടികൾ മാത്രമാണ് നമ്മൾ ഈ മാജിക് വാളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ശിവസേനയിലൊക്കെ ഇപ്പോൾ സേനയിലടക്കം വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിനുശേഷം വന്ന നിരവധിയായ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്. സേന NCP ഒക്കെ രണ്ടായി പിളരുന്നു. ഈ ആന്ധ്രയിൽ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരം മാറ്റങ്ങളെ കുറിച്ച് എന്താണ് അത്തരം മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചുവല്ലോ. നമ്മൾ ഈ ജനതാദൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പിന്നെ തിരിച്ച് വീണ്ടും NDAയിലേക്ക് വരുന്ന പശ്ചാത്തലമുണ്ടായി. അത്തരം മാറ്റങ്ങൾ ഏത് തരത്തിൽ പ്രതിഫലിക്കും? എനിക്ക് തോന്നുന്നു ലേക്ക് പോകുമ്പോൾ ഈ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് ഏതാണ്ട് ഒരു 3 ഘട്ടമൊക്കെ കഴിയുമ്പോഴാണ് അവർക്കൊരു ആത്മവിശ്വാസം കൂടുതൽ, അതായത് ഞങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ മുന്നേറാൻ പറ്റുമെന്ന ഒരു തോന്നലിലേക്ക് പോകുന്നത്. പക്ഷേ നിതീഷ് കുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച ആരംഭിച്ചത്. ആ ഒരു ചർച്ചയുടെ ഗതി മാറാതിരിക്കുകയും അവിടെ നിന്ന് ഈ പറയുന്ന ഒരു ടെമ്പോയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ടൈറ്റ് ഫൈറ്റ് നൽകാൻ പറ്റുമായിരുന്നോ?
തീർച്ചയായും. കാരണം പല പ്രതിസന്ധികൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് തുടക്കത്തിൽ. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ യോഗം ചേർന്നത് പട്നയിലാണ്. ആ യോഗത്തിന് നേതൃത്വം കൊടുത്ത നിതീഷ് കുമാറാണ്. പിന്നെ നിതീഷ് കുമാർ തന്നെ പിന്നീട് NDA ക്യാമ്പിലേക്ക് പോകുന്നത് കണ്ടു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്ന മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതെ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ പ്രചാരണത്തിൽ പിന്നീട് ഇന്ത്യ സഖ്യം കരുത്ത് കാട്ടുന്നതും കണ്ടു. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ഒരു ഘട്ടത്തിൽ ഈ മമതാ ബാനർജിയുടെ കാര്യം പറയുമ്പോൾ മമതാ ബാനർജി ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമോ അങ്ങനെയൊക്കെ ആ ഒരു സമയമൊക്കെ, അതായത് ഇന്ത്യ സഖ്യം എന്നത് NDAക്ക് വലിയ വെല്ലുവിളിയാവും. സഖ്യം രൂപീകരിച്ച ആദ്യത്തെ 3-4 മാസം സഖ്യമെന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായില്ല. അഭിലാഷ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ പോലും അവർക്കൊരു സഖ്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. 3 ഘട്ടം കഴിയുമ്പോഴാണ് അവർക്ക് ഒരു സഖ്യമാണെന്നുള്ള ബോധ്യം വരികയും ആ തരത്തിലുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു. രഞ്ജിത്ത്, ഇതിന്റെ ഒരു തുടക്കത്തിൽ വലിയ വാർത്താ പ്രാധാന്യം അടക്കം ഈ നേതാക്കൾക്കെല്ലാം ലഭിച്ചിരുന്നു. മമതാ ബാനർജി ഒരു ശക്തിയായ സാരഥിയായി എത്തുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്നു ഈ അമരത്തേക്കാര് എന്നത് സംബന്ധിച്ചൊരു തർക്കം ആ ഘട്ടത്തിൽ രൂപപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീടാണ് കോൺഗ്രസും വലിയ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാവുകയും ചെയ്തത് എന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു ഫോർമുല നേരത്തെ രൂപപ്പെട്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു? ഇതായിരിക്കുമോ ഒരു ചിത്രം? കാരണം ഇന്ത്യ സഖ്യത്തിന് ആ പേരിനപ്പുറത്തേക്ക് ഒരു പ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ യോഗങ്ങളുടെ തീരുമാനം ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് പ്രചാരണത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പലപ്പോഴും കടക്കുന്നതും കണ്ടത്. അപ്പോൾ ആ ഘട്ടത്തിൽ, അതായത് ആദ്യ യോഗങ്ങളിലെ തീരുമാനം പലപ്പോഴും യാഥാർത്ഥ്യമാക്കുന്നതിന് ഇന്ത്യ സഖ്യത്തിന് അത് വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നണി വിട്ടു പോകുന്നത് കണ്ടത്. പക്ഷേ പിന്നീട് അവശേഷിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം. അത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന മഹാസഖ്യം, മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന സഖ്യം, ഈ 2 സഖ്യങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി. ബീഹാറിലെ